അങ്ങനെ വീണ്ടും ഇതാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോറ്റി ബ്രൈറ്റണായിട്ട് തോറ്റ് FA കപ്പിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. അനദർ തോൽവി എന്ന് വേണമെങ്കിൽ പറയാം. ടീം മൊത്തത്തിലൊരു തോൽവിയാണ്. കാരണം ഈ ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ന്യൂസ് വന്നപ്പോൾ ഒരു ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നത് മൊത്തത്തിൽ തല്ലി തകർത്തു എന്നുള്ളതാണ്. അവർ വന്നിട്ട് യാതൊരു തരത്തിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. മെസ്സായി എന്നുള്ളതാണ്. ഫാൻസ് എല്ലാം മതിയായ എന്നുള്ളതാണ്. അത്രയും പെയിൻ ഉണ്ട് അവർക്ക്. ടോട്ടലി ടീം തകർന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബ്രൈറ്റനായിട്ട് തോറ്റി. ബ്രൈറ്റൺ നമ്മളെപ്പോഴും തോൽപ്പിക്കാറുള്ളതാണ്, പുതുമയൊന്നുമല്ല. പിന്നെ പ്രീമിയർ ലീഗിൽ നമ്മളൊരു വിജയം നേടിയായിരുന്നു. ടോട്ടലി എല്ലാവർക്കും മതിയായെന്ന് പറയാം. ടീമിനെ നശിപ്പിച്ചിട്ടുണ്ട് ഇനിയോസ്. പുതിയൊരു മാനേജറൊക്കെ ഉണ്ടെന്ന്, റൂബൻ അമോറിം. ആളെയും പുറത്താക്കി. ആളുടെ പെർഫോമൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് പറയാം. ടീം ടോട്ടലി 2 മാനേജർ സാക്ക് ചെയ്ത് 15 ലീഗിൽ ഫിനിഷ് ചെയ്ത് ടോട്ടലി ടീം മൊത്തത്തിൽ നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരാള് തിരിച്ചു വന്ന് ടീമിനെ ഏറ്റെടുത്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ തന്നെ ടീം മുമ്പോട്ട് പോയാനെ. ജിം റാറ്റ്ക്ലിഫ് സേവ് ചെയ്തെങ്കിൽ നല്ലതായിരിക്കും. ഒരു ഹോപ്പും ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കലും തിരിച്ചു വരാൻ പോണില്ല ആള്. കാരണം അത്രയും ആൾ ടീമിന് വേണ്ടി നോക്കിയതാണ്. ഗ്ലേസേഴ്സ് വിൽക്കാൻ തയ്യാറായില്ലെന്നുള്ളതാണ്. ഒരു ഹോപ്പും ഇല്ല. പിന്നെ അടുത്ത വന്ന മാച്ചുകൾ നമുക്കറിയാം. രണ്ടും ഒരു ബിഗ് ഗെയിമാണ്. രണ്ടിലും തോക്കാൻ തന്നെയാണ് ചാൻസ്. പിന്നെ കാരികാണ് അടുത്തൊരു മാനേജർ എന്ന് പറയുന്നുണ്ട്. അതേ ഒരു കണ്ണിൽ പൊടിയിടാനായിട്ടാണ് ഈ FA കപ്പ് പുറത്തായതിന്. പിന്നെ ഡാരൻ ഫ്ലെച്ചറിനെ കൊണ്ട് നമുക്കറിയാം, ആളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല നിലവിൽ. ആളുടെ പെർഫോമൻസ് ആണെങ്കിൽ ടീമിന് വെച്ചിട്ടുള്ള ഒട്ടും പോരാ. ലീഗിലാണെങ്കിലും 6ാമതാണ്. ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ആരോടും പറയാനൊന്നുമില്ല. കാരണം ടീം മൊത്തത്തിൽ നശിച്ചു തുടങ്ങി എന്നുള്ളതാണ്. റൂബൻ അമോറിമിന് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ആളെ നടപ്പിലാക്കാൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. ആളെ നല്ല രീതിയിൽ തന്നെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകണ്ടായിരുന്നു. ഒരു ടീമിൽ മൊത്തത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി വന്ന സമയത്താണ് ആളെ കളഞ്ഞതെന്ന് പറയാം. ഇപ്പൊ ടീം മൊത്തത്തിൽ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. റൂബൻ അമോറിമിന്റെ പ്ലാൻ ശരിക്കും വർക്കായതിന്, പക്ഷെ വേണ്ട രീതിയിൽ ടീമിനെ പുള്ളി ബാക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. മാനേജറെ ബാക്ക് ചെയ്യാത്തതുകൊണ്ടാണ് റൂബൻ അമോറിം പുറത്തായത്. റൊണാൾഡോ ഒക്കെ പറഞ്ഞാണ് ടോട്ടലി ആളുടെ കയ്യിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ള. മിറാക്കിൾസ് നടക്കില്ലെന്ന് നമുക്ക് എപ്പോഴും അറിയാം. അപ്പൊ ഗ്ലേസേഴ്സ് പുറത്താവുന്നൊക്കെ പറഞ്ഞ് കുറെ ബാനർ കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊരു കാര്യമില്ല, നമുക്കറിയാവുന്നതാണ്. എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ നടക്കാറുണ്ട്. ഗ്ലേസേഴ്സ് ഔട്ട് എന്നുള്ള നിലവിളിച്ചിട്ട് കാര്യമില്ല. ടീം മൊത്തത്തിൽ നശിച്ചു എന്നുള്ളതാണ്. ഈ റാക്ലിഫും പോയാലേ ഇനിയിപ്പോൾ എന്തായാലും എന്തെങ്കിലും നടക്കുള്ളൂ. കാരണം ടീം മൊത്തത്തിൽ കൊളാപ്സ് ആയിട്ട് കിടക്കുകയെന്ന് പറയാം. ഇനി കളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1-0 ലീഡ് അവർ ആദ്യം തന്നെ എടുത്തായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഗോൾ വന്ന വെൽബാക്കിൽ നിന്നാണ്. നമുക്കറിയാം, ആളൊരു യുണൈറ്റഡ് പ്ലെയർ ആയിരുന്നു, എക്സ് പ്ലെയർ ആണ്. ആളുടെ ഗോളിൽ നിന്നായിരുന്നു രണ്ടാമത്തെ ഗോൾ വന്നത്. പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് ഒരു ആശ്വാസ ഗോൾ സെസ്കോന്റെ ഭാഗത്തു നിന്ന് വന്നത്. ആളിപ്പോ ബാക്ക് ടു ബാക്ക് എന്തായാലും ഗോളുകൾ അടിച്ചു കൂട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഒരു സ്ട്രൈക്കർ തിരിച്ചു വന്നു എന്നുള്ളതാണ്. പക്ഷെ ഡാരൻ ഫ്ലെച്ചർ ടീമിനെ ഒട്ടും മാനേജ് ചെയ്യണ അത്ര സെറ്റല്ല. ആള് ലെയ്സിനെയൊക്കെ ഇറക്കി 2-3 ഇമ്പാക്റ്റ് ഒക്കെ നടത്തിയായിരുന്നു. പക്ഷെ എന്നാലും ടീം മെച്ചപ്പെടുന്നില്ല എന്നുള്ളതാണ്. ആളുടെ ഫസ്റ്റ് 11 കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ചോയ്സ് തന്നെയാണ്. പക്ഷെ കസമീരും ഇല്ല എന്നുള്ളതാണ്. ബാക്കി ഓവറോൾ അത്യാവശ്യം കളിക്കുന്നുണ്ട്, പക്ഷെ ചില ടൈമിൽ ടീം പോരാ. പിന്നെ ഡാലോ വേസ്റ്റാന്ന് പറയാം. കാരണം ആ ഒരു ചാൻസ് ഒക്കെ ആള് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്തെങ്കിൽ ടീം ജയിച്ചാണ് എന്നുള്ളതാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡിഫെൻഡ് ചെയ്യാനും പറ്റൂല, ക്രോസ് ചെയ്യാനും പറ്റൂല. ടോട്ടലി ഒരു വേസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് റീസെന്റ് ആയിട്ടുള്ളത്. വിറ്റ് ഒഴിവാക്കണ എനിക്ക് നല്ലത്. കാരണം അങ്ങനത്തെ ഒരു പൊട്ടക്കളിയാന്ന് പറയാം. കാരണം പിന്നെ ലെമിൻസിന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് വരലി മൊത്തത്തിൽ വരാത്തവരുടെ കയ്യിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. കാരണം ഇപ്പൊ ടീം ടോട്ടലി നല്ലൊരു അവസ്ഥയിൽ തന്നെയാണ്. പിന്നെ ആ ഒരു റെഡ് കാർഡ് ഇൻസിഡന്റ് കിട്ടേണ്ട തന്നെയാണ്, പക്ഷെ വേണമെങ്കിൽ റഫറിക്ക് അത് ഒഴിവാക്കായിരുന്നു. മൊത്തത്തിൽ ഒരു ടീമിന് ഇപ്പോൾ നല്ലൊരു കാലമല്ല. പിന്നെ പഴയ ഒരു കുഞ്ഞിനെ കാണാനില്ല എന്നുള്ളതാണ്. വൂൾവ്സിൽ ആ പെർഫോമൻസ് ഒന്നും ഇപ്പൊ നേരിൽ പോലും ഇല്ല. അത്രയും വേസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഇപ്പൊ ടീം മൊത്തത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്.